ഇതുപോലെ ടേസ്റ്റ് ചെയ്യാൻ എമ്മി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് അൽഫാം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ പാനിലേക്ക് ബട്ടർ ഇട്ടു. അതിന് ശേഷം നന്നായിട്ട് ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ അൽഫാം ഉണ്ടല്ലോ അതും കൂടെ സ്മോളായിട്ട് അരിഞ്ഞതിന് ശേഷം ഞാൻ പാനിലേക്ക് ഇടുക. ജസ്റ്റ് ഒന്ന് രണ്ടും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് കുക്കുംബറും അതുപോലെ തന്നെ വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മൾ ചൂടാക്കിയെടുത്ത സാധനങ്ങളെല്ലാം കുക്കുംബറിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. നിങ്ങൾക്ക് ഇങ്ങനെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ്, ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടു. എന്നിട്ട് ഈ മയോണൈസ് ഞാൻ ഒഴിക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു പാക്കറ്റ് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഈ ഒരു പാക്കറ്റിൻ്റെ മയോണൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ മയോണൈസ് അൽഫാം വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിലൊരു മയോണൈസ് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു ആ മയോണൈസ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ബ്രെഡിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ബ്രെഡിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. ബ്രെഡിലേക്ക് ആ ഫില്ലിങ്സ് നന്നായിട്ട് വെച്ച് കൊടുക്കുന്നു. ഒന്നാമത്തെ നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കനും ഈ ക്യാപ്സിക്കൊക്കെ സോസൊക്കെ ഒഴിച്ചപ്പോൾ നല്ല ജ്യൂസി ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ മയോണൈസ് ഇട്ടിട്ട് നമ്മൾ വെക്കുമ്പോൾ ഭയങ്കര ജ്യൂസി ആയിരിക്കും, ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. എന്നിട്ട് ലെറ്റ്യൂസ് വെച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്തു. ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു.